ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീണ്ടും അബുദാബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നാക്കാനായിട്ട് എൻ്റെയും ഏട്ടൻ്റെയും അച്ഛനും അമ്മയും എൻ്റെ ബ്രദേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മളെ യാത്രയാക്കണത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ലഗേജ്, അതായത് ബാഗുകളുടെ എല്ലാത്തിൻ്റെയും വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നിട്ട് ഒന്നും കൂടിയും നമ്മുടെ വെയിറ്റ് ഒന്ന് കൺഫേം ചെയ്തു. കാരണം നമ്മളെ വീട്ടിലത്തെ വെയിറ്റിംഗ് മെഷീനിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കറക്റ്റ് ആണോന്നൊന്ന് നോക്കി. അപ്പോൾ അതൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. നമ്മൾ രാവിലെ 9:55 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് തന്നെ ഇറങ്ങി. കാരണം ഒരു 1.5 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇനി എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ ആണെങ്കിൽ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നമുക്ക് 5 മണിയാകുമ്പോൾ ഇറങ്ങാം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. അങ്ങനെ ഇവിടെ ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്ക് എത്തി. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ചായയും മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിഷമത്തിലാണ്. അച്ഛനാണ് കേട്ടോ, ചേട്ടൻ്റെ അച്ഛനാണത്. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ കൂടുതലും ഉണ്ണിയുള്ളതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. കാരണം അവൻ്റെ കളികളും എല്ലാം നമ്മളെ വീട്ടിലൊരു ആര് വീട്ടിൽ നിന്ന് പോയാലും നമ്മുടെ ഓർമ്മ, ആരാണ് പോകണ അവരുടെ ഓർമ്മകളൊക്കെ നമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ കൂടുതലും വിഷമമായിരിക്കും. അച്ഛന്മാർക്കും അച്ഛമ്മമാർക്കും അമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു വിഷമമായിരിക്കും. ഇപ്പോൾ വലുതായപ്പോൾ എൻ്റെ ഓരോ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അച്ഛന്മാർ പോയിട്ടെല്ലാം ചെയ്യൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവനെ വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമൊക്കെയാണ് എല്ലാവരുടെ ഉള്ളിൽ. ഞങ്ങളുടെ എല്ലാ കൂടുതലും അവൻ്റെ മിസ്സിങ് ആണ് എല്ലാവർക്കും ഒരു ഇത്. അപ്പം ഈ ഒരു പോക്കെന്ന് പറയുന്നത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ നേരെ ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ ലഗേജ് നമുക്ക് 2 ബാഗ് നമ്മൾ ഹാൻഡ് ബാഗായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ട് അതിൽ തന്നെ നമ്മൾ വിട്ടു കേട്ടോ, ലഗേജിൽ വിട്ടു കേട്ടോ. അങ്ങനെ അങ്ങനെ നമ്മൾ പോവാണ്. എല്ലാം സെറ്റ്, ബോർഡിംഗ് പാസ് കിട്ടി. അവിടെ നേരെ നമ്മൾ ഇമിഗ്രേഷനിൽ പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് നമ്മളതൊക്കെ ചെക്കിങ് കഴിഞ്ഞത്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയും നല്ല തിരക്കായിരുന്നു. അങ്ങനെ ആ ടൈമിൽ വന്നത് തന്നെ നമുക്ക് കറക്റ്റായി. നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് വണ്ടിയിലാണ് കേട്ടോ പോയത്. കാരണം നമുക്ക് ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ പോയി. അപ്പോൾ ബേബി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വണ്ടിയിൽ പോകുമ്പോൾ എല്ലായിടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ. അങ്ങനെ ഏട്ടൻ്റെ കയ്യിലാണ് എല്ലാവരുടെയും പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സൊക്കെ. അവിടെ ഒരു ഓട്ടോ കണ്ടപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നേരം അതിൽ നിന്ന് കളിച്ചു. പിന്നെ നമ്മുടെ ഗേറ്റിലേക്ക് പോവാണ്. 5B ആയിരുന്നു നമ്മുടെ ഗേറ്റ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടായില്ല. നമ്മുടെ ഇമിഗ്രേഷനിലും സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗത്തായിരുന്നു കൂടുതലും തിരക്കുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ഫ്ലൈറ്റിനും ഓരോന്നാണല്ലോ, ഒരു ഫ്ലൈറ്റിലേക്ക് തന്നെയല്ലല്ലോ ആൾക്കാർ പോകണത്. അപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. കൊച്ചിൻ ടു അബുദാബിയാണ് കേട്ടോ നമ്മുടെ എത്തിയാദ് എയർവേസാണ്. എൻ്റെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന എയർലൈൻസാണ് എത്തിയാദ് എയർവേസ്. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇയർലി വൈഫിനും കുട്ടികൾക്കും ഫ്രീ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. ചോപ്പി ഭയങ്കര ഒരു ത്രില്ലിലാണ്. കാരണം അവൻ കഴിഞ്ഞ വട്ടം പോയിട്ട് എപ്പോഴും അബുദാബിയിലത്തെ കാര്യങ്ങളും ഒക്കെയാണ് അവൻ്റെ സംസാരങ്ങളായിരുന്നത്, വീട്ടിൽ ആയാലും ആരോടായാലും. അപ്പോൾ കയറിയതിൻ്റെ ഒരു സന്തോഷം ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ എടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ബുക്ക് കിട്ടിയ ഒരു ഓർമ്മയിലാണ് ബേബി കയറിയ വഴിക്ക് തന്നെ ബുക്കും ക്രയോൺസൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ സീറ്റിലിരുന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചോപ്പിക്ക്
ബുക്കും ക്രയോൺസും കൊണ്ടു കൊടുത്തിട്ട് പിന്നെ വാൻഡർബോസിൻ്റെയും ബുക്കാണ്. ക്രയോൺസ് ഉണ്ട്, സൂപ്പർമാനൊക്കെ കളറൊക്കെ ചെയ്യാനൊക്കെ സംഭവമുണ്ട്. അങ്ങനെ ബേബിനേക്കാളും കൂടുതൽ ബുക്കിനോടും ക്രയോൺസിനോടും പപ്പയ്ക്കായിരുന്നു കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ അതിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കളറിങ്ങിന് ചെയ്യാനായിട്ട് ഉള്ള ക്രയോൺസ് എടുക്കണം കേട്ടോ. അതിനുള്ളിൽ നിന്ന് അവൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പപ്പ കളറിങ് ചെയ്യാനുള്ള പേജ് എടുത്ത് കൊടുത്തു. അങ്ങനെ കളറിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുവിധം കളറൊക്കെ ചെയ്തു, അവനറിയുന്ന പോലെയൊക്കെ ചെയ്തു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയിട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളറിങ് ചെയ്യാനും പിന്നെ വണ്ടി ഓടിക്കാനും. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മളുടെ മോൻ്റെ കാര്യം പറയുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് 10 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കളറിങ്ങൊക്കെ ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സന്തോഷമാണോ അതോ പേടിയായിട്ടാണോ എന്നറിയില്ല. ചിരി ഒരു പേടിയും കൂടിയിട്ടുള്ളൊരു ചിരി പോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉണ്ണിക്കായാലും എനിക്കായാലും. എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതായത് ടൈമിന് കഴിച്ചില്ലെങ്കിൽ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഉള്ള ഒരാളാണ്. അപ്പോൾ അത് കഴിച്ച കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഏട്ടനും ഉണ്ണിക്കും വെജിറ്റബിളാണ് കിട്ടിയത്, എനിക്ക് നോൺ വെജാണ് ഉണ്ടായിരുന്നത്, ചിക്കൻ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റൈസ് സെപ്പറേറ്റ് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഉണ്ണിക്ക് കൊടുത്തത്. അങ്ങനെ എന്താ ക്യാബേജും പിന്നെ എന്താണാവോ എന്തൊരു കറി ആയിരുന്നു. എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു. ചിക്കൻ, വെജിന് പകരം ചിക്കൻ. അങ്ങനെ സാലഡും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പുഡിങ്ങാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു അതിന് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി കഴിച്ചുള്ളൂ. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെ കഴിച്ചോളൂ. ചോറ് കഴിക്കാനാണ് മടി. അങ്ങനെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവൻ തന്നെ കഴിച്ചോളും. പക്ഷേ ചോറും നമ്മുടെ വീട്ടിലുണ്ടാക്കണ കറികളൊന്നും അവന് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചെക്കനാണ്. ഇപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് മൂപ്പര് പാട്ടാണ് കേട്ടോ. രാവിലെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മേഘത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല വൈബാണ്.
കാരണം നമുക്ക് രാത്രി പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സൈഡിലേക്ക് ഇരുന്നു, പിന്നെ ഇങ്ങോട്ടിരുന്നൊക്കെ സമയം ഇതാക്കി. ബേബിക്ക് പിന്നെ എന്താ പപ്പ ചോദിക്കുക നാട്ടിൽ പോകണമെന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ഡാഡേനെയും മാമീനെയും അച്ഛമ്മേനെയും ഒക്കെ കാണാണ്ട് വിഷമാവും എന്നൊക്കെ പറഞ്ഞ് വിഷമായി. പിന്നെ പറഞ്ഞു അബുദാബിയിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഉറക്കം വന്നു തുടങ്ങി, എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ വീണ്ടും കുറച്ച് മേഘങ്ങൾ കാണാം, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ മേഘാവൃതം കണ്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കണ്ടാൽ നമുക്കറിയാം നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ ദേ കണ്ടോ, അപ്പുറത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് വേറെ. സൂം ചെയ്തിട്ടാണ് അങ്ങനെ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഇതുപോലെ കാണാം. പിന്നെ ലാസ്റ്റ് ലാൻഡിങ് ആയപ്പോഴാണ് ബേബിക്ക് ഉറക്കം വന്ന് ഉറങ്ങിയത്. ഫൈനലി നമ്മൾ അബുദാബിയിലെത്തി. റൺവേയിൽ കൂടെ പോകണ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ, എത്തിയാദ് എയർവേസ് അബുദാബി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം അബുദാബിയിൽ വന്നപ്പോൾ എനിക്ക് ഇതേതോ ഒരു, അതായത് പുതിയ എയർപോർട്ടിൽ നമ്മൾ വന്നപ്പോൾ ഇതേതോ ഒരു സ്ഥലത്തെത്തിയ പോലെയായിരുന്നു. കാരണം അത്ര വലിയൊരു എയർപോർട്ടാണത്. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞൊരു നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ നമ്മൾ താഴെ എത്താനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താ പറയുക, ഏട്ടനൊക്കെ പറഞ്ഞൊരു ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും എയർപോർട്ട്, അങ്ങനെ ഒരു സാധാരണ നമ്മൾ നോർമലൊരു എയർപോർട്ടല്ല, വലിയൊരു എയർപോർട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു വട്ടം വന്നുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ നമുക്ക് നടക്കുമ്പോൾ കുറച്ച് ദൂരം കുറഞ്ഞ പോലെ ഉണ്ട്, അല്ലേ, ഒരു വട്ടം വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതേപോലത്തെ എക്സലേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നടക്കേണ്ട ഒരു ദൂരം ഇങ്ങനെ നമുക്ക് കാല് കഴിക്കേണ്ടെന്നുള്ളൊരു സംഭവത്തിലാണ് തോന്നുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേഗം എത്തും ഇതിൽ നടന്നാൽ. അപ്പോൾ വാഷ്റൂം കണ്ടപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയി. നല്ല വാഷ്റൂമൊക്കെ നല്ല സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി പുറത്ത് നിന്നപ്പോഴേക്കും പപ്പേനെയും മോനെയും കാണില്ല. പപ്പേയും മോനെ അവിടെ സ്ട്രോളറിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സ്ട്രോളർ കിട്ടിയ കാരണം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണ്ട. കാരണം എടുത്ത് നടക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. വെച്ചാൽ നടക്കും, പക്ഷെ നടക്കാതെ ഇരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ ഒരു മൂഡ് ഓഫ് കൊണ്ടാണ് മുമ്പ് നടക്കാനൊരു മടി. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഇത് കിട്ടിയ കാരണം അവന് സന്തോഷമായി. കാരണം അതിൽ പോകാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം എത്തിയപ്പോൾ നമ്മൾ സ്ട്രോളർ നിർത്തി. പിന്നെ എസ്കലേറ്ററിലാണ് കണ്ടോ, ഈ എസ്കലേറ്ററൊക്കെ നല്ല കുത്തനെ ഉള്ളൊരു എസ്കലേറ്ററാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ആദ്യമൊക്കെ എനിക്കൊരു പേടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് യൂസ്ഡ് ആയ കാരണം കുഴപ്പമില്ല, പേടിയൊക്കെ പോയി. പിന്നെ വീണ്ടും ഒരു എസ്കലേറ്റർ ഉണ്ട്, അതും അതേപോലെ തന്നെയാണ്. അപ്പുറത്തുനിന്നും ഉണ്ട് ഇപ്പുറത്തുനിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ട് നമുക്ക് ഇമിഗ്രേഷനിൽ പോയി. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാഗേജ് റീക്ലെയിമിൻ്റെ ഭാഗത്തേക്കായിട്ട് പോയി. അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ല കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ് കേട്ടോ. കണ്ടോ, അതൊക്കെ നല്ല. നമ്മൾ കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയപ്പോൾ നമ്മളെ ബാഗൊക്കെ ഒരുവിധം വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സിബ് പൊട്ടാത്ത കാരണം ഉള്ളിലുള്ള ഐറ്റംസ് ഒന്നും പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ ബാഗ് സേഫായിട്ട് തന്നെ കിട്ടി. അതുകൊണ്ട് നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലഗേജ് കൂടുതലായിരുന്നു, എന്നാലും ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നോർമൽ വെയിറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടി പോവാണ് ബാഗ് നോക്കാൻ. അപ്പോൾ ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഞാനും ബേബിയും കൂടിയിട്ടാണ് ട്രോൾ എടുക്കാൻ പോയി. അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ വെള്ളമാണത്. അപ്പോൾ വെള്ളം കുപ്പി ഞാൻ ഏട്ടന് കൊടുത്തിട്ട് ട്രോളി എടുക്കാൻ പോവുകയാണ്. ഇഷ്ടംപോലെ ട്രോളീസ് ഉണ്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റുള്ള ട്രോളിയാണത്. ട്രോളി ഭയങ്കര ഇഷ്ടമാണ് ചോപ്പിക്ക് ഉന്താനായിട്ട്, ഉന്തി നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇരിക്കാനൊന്നും പറ്റില്ല, ബാഗ് വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രോളി എടുത്ത് നമ്മൾ
ബാഗ് എടുക്കാനായിട്ട് സൈഡിലേക്ക് പോയി ബാഗൊക്കെ എടുത്ത്. അപ്പോൾ ഏട്ടൻ ബാഗ് എടുക്കാൻ നിൽക്കുകയാണ്, 1 by 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബാഗ് കണ്ടപ്പോൾ തന്നെ നെഞ്ചൊന്ന് പെടഞ്ഞു, കാരണം അത് ബാഗ് ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനുള്ളതും പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബാഗ് എടുത്തിട്ട് റൂമിൽ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും സംഭവിച്ചില്ല. അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ വട്ടം ലഗേജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സിയിൽ പോകാൻ പറ്റില്ല, കാർ ടാക്സിയിൽ പോകാൻ പറ്റിയില്ല. നമ്മൾ എയർപോർട്ട് ടാക്സി ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിലിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വീണ്ടും എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങളെ റൂമിൽ എനിക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഇവിടെ നിന്നൊരു 1 hour നമ്മുടെ റൂമിലേക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് ഒരു 1 hour ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കുറേ കാഴ്ചകളുണ്ട് കാണാനൊക്കെ. നമുക്ക് പല പല വണ്ടികളും പിന്നെ പല പല സ്ഥലങ്ങളും അപ്പോൾ കാണാനുണ്ട്. ഞാനൊരു ഇതായിട്ടുണ്ട്, അങ്ങനെ ടയേർഡ് പോലെ ആയിട്ടുണ്ട്, കാരണം ഒരു 3-4 മണിക്കൂർ ഉള്ളെങ്കിലും കൂടി ഒരു യാത്രാക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക സ്ഥലങ്ങളിലൊക്കെ പോകണവർക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ അബുദാബിയിലേക്ക് പോവുകയാണ്. അബുദാബി എത്തി, നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല ബിൽഡിങ്ങുകളും ടാക്സികളും കാർസ്, അങ്ങനെ നമുക്ക് പല പല വണ്ടികൾ, നമുക്ക് ടോയ്സിലൊക്കെ കാണുന്ന പോലത്തെ വണ്ടികളൊക്കെ, കുട്ടികൾ കളിക്കുന്നുണ്ട് അതേപോലത്തെ ഒക്കെ വണ്ടികൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ബിൽഡിങ്സും ഇപ്പോൾ കണ്ടോ, പല പല വണ്ടികളുണ്ട്, നമുക്ക് കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. നമ്മുടെ വണ്ടികളും അതേപോലെ നല്ല നല്ല ചെടികളും മരങ്ങളും ഒക്കെ കണ്ട് യാത്ര നല്ല രസമായിരുന്നു. ഒക്കെ ഈ ചെടികളൊക്കെ കാണാൻ നല്ല രസമില്ല, നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാൽ ഫ്ലൈറ്റിൽ നിന്ന് തന്നെയല്ല, നമ്മളൊരു ട്രെയിനിലായിരുന്നു നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ഫാമിലീനെ കാണാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമായിരിക്കും. ഇപ്പോൾ ഏട്ടൻ ഇവിടെ ആയതുകൊണ്ട് ആ ഒരു ഫീലിങ് ആൾക്ക് നന്നായി അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരായാലും എവിടെയായാലും പോണവർക്കൊക്കെ ആ ഒരു വിഷമം എല്ലാവർക്കും അറിയുന്നൊരു വിഷമമാണ്. അത് എത്ര പറഞ്ഞാലും നമുക്കത് എന്താ പറയുക, ആ വിഷമം മാറ്റാൻ പറ്റില്ല. നമുക്ക് വളരെയധികം മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പോൾ നമുക്കതൊരു സന്തോഷം. നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ ഇതൊരു സന്തോഷമാണ്, ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ബിൽഡിങ് കയറാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നു, ഞങ്ങൾക്ക് കുഴപ്പം ഒന്നുമില്ലാതെ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ ഡിയേഴ്സ്.